കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം വീണ്ടും നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ പോയി. എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുവാനല്ല, ആരാധിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, അവൻ്റെ കുറവുകളെ ഏറ്റുപറയുവാൻ, അവൻ്റെ വീഴ്ചകളെ ഏറ്റുപറയുവാൻ, അവൻ്റെ താഴ്ചകളെ സമ്മതിക്കുവാൻ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ പോയി. യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ പോയപ്പോൾ അവൻ്റെ പുറകെ വേറൊരു വ്യക്തിയും പോയി, അത് സാത്താൻ. എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ സഞ്ചരിക്കുന്ന പാതകളിലൊക്കെയും സാത്താനും സഞ്ചരിക്കും. ഒരു ഭക്തൻ സംസാരിക്കുന്ന സകല കാര്യങ്ങളും പിശാച് കേൾക്കും. അവനും അതിന് തക്കതായ ഒരു മറുപടി, ആ ഭക്തൻ്റെ വാക്കുകൾക്ക് മറുപടി പിശാചും പലപ്പോഴും കരുതി വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഇവിടെ യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഭക്തനായ യോബും തൻ്റെ പുത്രന്മാരും അവർ കുടുംബമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ പോയപ്പോൾ അവനോടൊപ്പം ചേർന്ന് പിശാചും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നത്, ദൈവസന്നിധിയിൽ പോകുന്നത്. എന്നാൽ അവനോടൊപ്പം പോകുന്ന പിശാച് ദൈവത്തെ ആരാധിക്കുവാനല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്മാരെ കുറ്റം പറയുവാൻ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിന്റെ സഹോദരന്മാരെ അല്ലെങ്കിൽ ഭക്തന്മാരായിട്ടുള്ളവരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന പിശാചിനെ, അങ്ങനെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ആ പിശാചിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ഒരു വിങ്, ധാരാളം ശുശ്രൂഷകൾ പിശാചിനുണ്ട്. അതിലൊരു ശുശ്രൂഷയാണ് ഭക്തന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം പറയുക. മനുഷ്യരുടെ ഇടയിൽ കുറ്റം പറഞ്ഞാൽ നമുക്കതിനെതിരായി തർക്കിക്കാം, നമുക്ക് വാദിക്കാം. എന്നാൽ പിശാച് എപ്പോഴും ഭക്തന്മാരെക്കുറിച്ച് കുറ്റം പറയുന്നത് മനുഷ്യരോടല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന, ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വേദഭാഗം യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: പിശാചിനോട് ദൈവം ചോദിച്ചു, അല്ലയോ സാത്താനെ, നീ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്? നിന്റെ യാത്രയിൽ എൻ്റെ ദാസനായ എൻ്റെ ഭക്തനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അതിനുശേഷം യോബിനെ കുറിച്ച് ദൈവം തന്നെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അവൻ നീതിമാനാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ ദോഷം വിട്ടകലുന്നവനാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഹീ ഈസ് എ പെർഫെക്റ്റ് മാൻ. അവനൊരു പെർഫെക്റ്റായ പൂർണ്ണനായ മനുഷ്യനാണ്. എന്നാൽ അവൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ദൈവം സാത്താനോട് ചോദിച്ചതിന് മറുപടി സാത്താൻ കൊടുത്തതായ ആ ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി കരുതിയിരിക്കുന്നത്. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നു. സാത്താൻ പറയുകയാണ്, നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ദൈവത്തിന് സ്തോത്രം. 3 വേലിയെക്കുറിച്ച് സാത്താൻ ദൈവത്തോട് പറയുന്നു. ഞാൻ എങ്ങനെ യോബിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കും? ഞാൻ എങ്ങനെ യോബിനെ തൊടും? നീ 3 വേലികളാൽ അവനെ നീ വലയം ചെയ്തിരിക്കുകയാണ്. ഒന്ന്, അവന് ചുറ്റും നീ വേലി കെട്ടി. വ്യക്തിപരമായിട്ടുള്ളതായ സംരക്ഷണം, വ്യക്തിപരമായിട്ടുള്ളതായ സൂക്ഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ളതായ ആ ദൈവത്തിൻ്റെ വൻ കരത്തിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതായ ആ ഒരു ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരനുഭവം. അതിനുശേഷം ദൈവം വേലി കെട്ടിയത് അവൻ്റെ ഭവനത്തിന്, അവൻ്റെ ഭാര്യയ്ക്ക്, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അവൻ്റെ ഭവനത്തിലുള്ളതായ സകല ദാസീദാസന്മാർക്കും അവിടെ ആ ഭവനത്തിനു ചുറ്റും ദൈവം വേലി കെട്ടി. അതിനുശേഷം സാത്താൻ പറയുന്നതിന് പ്രകാരം 3-ാമത്തെ വേലി അവനുള്ളതൊക്കെയും, എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്പാദ്യം, അവൻ്റെ ജോലി, അവൻ്റെ ബിസിനസ്, അവൻ്റെ വരുമാനം, സകലത്തിനും. 1-ാമത്തെ വേലി യോബിന് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി അവൻ്റെ ആരോഗ്യം, അവൻ്റെ ആത്മീകം, അവൻ്റെ വിശ്വാസം, അവൻ്റെ പ്രത്യാശ, അവൻ്റെ മനസാക്ഷി. ദൈവത്തിന് സ്തോത്രം.
ഇതിന് ചുറ്റും വേലി ദൈവം തീർത്തതാണ്. ഈ വേലികൾ ഇയ്യോബ് കെട്ടിയ വേലിയല്ല, ദൈവം കെട്ടിയ വേലികളാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ 3 വേലികൾ കെട്ടിയത്? ദൈവത്തിന് പിശാചിൻ്റെ ആ ഗമനത്തെക്കുറിച്ച് നല്ലതുപോലെ ഗ്രഹിച്ചറിയാം. പിശാച് എവിടെയൊക്കെ പ്രവേശിക്കും എന്ന് ദൈവം തിരിച്ചറിയുന്നു. നമുക്ക് പിശാചിൻ്റെ പോരാട്ടത്തെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. എന്നാൽ പിശാചിൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിന് അത് ഗ്രഹിക്കുവാൻ കഴിയും. പിശാച് ആദ്യം ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ വന്നു, അവിടെ വേലി കണ്ടു. അങ്ങനെ ഇയ്യോബ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇയ്യോബ് ദൈവവുമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ചിരുന്നു. ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവം ഇയ്യോബിനുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ യാഗം കഴിക്കുന്ന ആ സ്വഭാവം ഇയ്യോബിനുണ്ടായിരുന്നു. അതിനുശേഷം സാത്താൻ നേരെ പോയത് അവൻ്റെ ഭവനത്തിന് ചുറ്റും ചുറ്റി നടന്ന് സാത്താൻ നോക്കുകയാണ്, എങ്ങനെയെങ്കിലും അവൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ. അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതകളെല്ലാം മങ്ങിയപ്പോൾ വീണ്ടും പിശാച് തൻ്റെ പ്രവൃത്തി നിർത്തിയില്ല. അതിനുശേഷം ഇയ്യോബിനുള്ളതായ സമ്പത്തുകളുടെ ചുറ്റും സാത്താൻ ചുറ്റിക്കറങ്ങി നോക്കി. അവിടെയും ദൈവം വേലി കെട്ടിയിരിക്കുന്നത് സാത്താൻ കണ്ടു. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് മനുഷ്യരാൽ ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായ പെർഫെക്റ്റായ സൂക്ഷിപ്പാണ്. ദൈവം ഒരു ഭക്തന് വേണ്ടി നൽകുന്നതായ സൂക്ഷിപ്പുകളെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. നിനക്കും നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലത്തിനും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, നീതിമാനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ദോഷം വിട്ടകലുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും ദൈവം വെച്ചിരിക്കുന്നതായ 3 വേലികൾ അവന് വേണ്ടി മാത്രമല്ല, അവൻ്റെ ഭവനത്തിന് വേണ്ടി, അവൻ്റെ ഭാര്യയ്ക്ക്, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അവൻ്റെ ദാസീദാസന്മാർക്ക്, ജീവജാലങ്ങൾക്കൊക്കെയും. അതിനുശേഷം പിശാച് തുടരുന്നതായ വേറൊരു പാത അവൻ്റെ സമ്പത്തിനെയാണ്. അവിടെയും പിശാച് അത് പ്രവേശിക്കുവാൻ നോക്കും. നമ്മുടെ 3 കാര്യങ്ങളിലും പിശാചിൻ്റെ ഗമനങ്ങൾ, അവൻ്റെ സന്ദർശനങ്ങൾ രാപകലില്ലാതെ അവൻ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും. എവിടെ പ്രവേശിക്കാം? ഒരു പക്ഷെങ്കിൽ നമ്മൾ പലപ്പോഴും വ്യക്തിപരമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാനുഭവവും ആത്മീക ജീവിതവും ഒക്കെ ഉള്ളവരായിരിക്കാം. നമുക്കതിന്മേൽ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടായിരിക്കാം. നാം എന്താണ് വിചാരിക്കുന്നത്? നമുക്ക് പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഭവനത്തിലെ കാര്യങ്ങൾ പലപ്പോഴും അങ്ങ് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത കാര്യങ്ങൾക്കൊരു ക്രമീകരണമില്ല. വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുണ്ട്, പക്ഷെങ്കിൽ ഭവനത്തിൽ ക്രമീകരണങ്ങളില്ല. അലവലാധിയായിട്ട് കിടക്കുന്നു. എപ്പോഴും ഒരു കുത്തഴിഞ്ഞ ജീവിതം പോലെ അവിടെ പിശാച് പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അവനുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് മനുഷ്യൻ ജാഗ്രതയില്ലാത്തവനായിരുന്നാൽ അവിടെയും പിശാചിന് പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ദൈവം ഇറങ്ങി വന്ന് ഒരു നീതിമാന് വേണ്ടി 3 സൂക്ഷിപ്പ് ദൈവം കൽപ്പിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിലുള്ളതായ കാര്യങ്ങളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ എവിടെയെങ്കിലും തകർച്ച നീ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എവിടേക്കോ പ്രവേശനം സാത്താന് ലഭിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം തന്നെ ആരാഞ്ഞ് നോക്കുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. എവിടെ കൂടെയാണ് പിശാചിന് കയറുവാൻ വഴി ഒരുക്കപ്പെട്ടിട്ടുള്ളത്? ഒരു പക്ഷെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കാം ദൈവം കെട്ടിയിട്ടുള്ളതായ വേലിയെ പൊളിച്ച് സാത്താന് പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കെട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെടുന്നതായ വേലികളെ കുറിച്ച് നമുക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ ആ വേലികളെ സൂക്ഷിക്കുവാനും കരുത്തുള്ളതാക്കി തീർക്കുവാനും നമുക്ക് ദൈവം അമിതമായ കൃപ തരും. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമുക്കുള്ളതിന് വേണ്ടി ഒക്കെയും ദൈവം കെട്ടിയിരിക്കുന്ന വേലിയെക്കുറിച്ച് നാം ദർശനമുള്ളവരായിരിക്കണം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവം വെച്ചിരിക്കുന്നതായ വേലികളെ പൊളിച്ചു കളയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നാം ദൈവസന്നിധിയിൽ നല്ല ആത്മീക അനുഭവത്തെ സൂക്ഷിച്ചിരുന്നാലും ശരി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പിശാച് പ്രവർത്തിക്കും, നമ്മുടെ സമ്പാദ്യത്തിൽ പിശാച് പ്രവർത്തിക്കും. എന്നാൽ നാം മുഴുവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, എന്നെയും എനിക്കുള്ളതൊക്കെയും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ളതായ വേലിയെക്കുറിച്ച്
ദൈവം നമുക്കൊരു വലിയ ദർശനവും വെളിപ്പാടും തരും. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനും അതിനെ പരിരക്ഷിക്കുവാനുള്ളതായ ബലം കർത്താവ് നമുക്ക് തരും. ഈ പ്രഭാതത്തിൽ ദൈവമാ ജ്ഞാനത്താൽ വിവേകത്താൽ ദൈവം കെട്ടിയിരിക്കുന്ന വേലികളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു കാവൽ സൂക്ഷിപ്പ്, ആ കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.